നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്തനംതിട്ട ജില്ല പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ കളക്ടറേറ്റ് ഗവി കോൺഫറൻസ് ഹാളിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പ് വിശദീകരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. 9,74,802 വോട്ടർമാരാണ് ജില്ലയിൽ ഉള്ളത്. 5,08,251 സ്ത്രീകളും 4,66,546 പുരുഷന്മാരും 5 ട്രാൻസ്ജെൻഡറും. 1,207 പോളിംഗ് സ്റ്റേഷനുകളിൽ 25 സ്ത്രീ സൗഹൃദ ബൂത്തുകളുമുണ്ട്. 121 സെക്ടറൽ ഉദ്യോഗസ്ഥർ ജോലിക്കുണ്ട്. FST ഉൾപ്പെടെ ജില്ലയിലെ സ്ക്വാഡുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. തിരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ച പോളിംഗ് ഉദ്യോഗസ്ഥരുടെ 3ാം ഘട്ട പരിശീലനം ഇന്ന് പൂർത്തിയാകും. ഉദ്യോഗസ്ഥർക്കായി മോക്ക് ഡ്രില്ലുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 6000-ഓളം ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ഡ്യൂട്ടികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഹോം വോട്ടിംഗ് ജില്ലയിൽ പൂർത്തിയായി. 96.87% വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ, പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ആവശ്യ സർവീസ് ജീവനക്കാർക്ക് എല്ലാ മണ്ഡലത്തിലും പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ ഒരുക്കി. സക്ഷം ആപ്പിലൂടെ ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് വോളണ്ടിയർ വീൽ ചെയർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 17 സിയിലുള്ള വോട്ടുകളിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലെ വോട്ടുമായി വ്യത്യാസം ഉണ്ടായാൽ VPPAT-ലെ സ്ലിപ്പുകൾ എണ്ണുന്നതായിരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നമുക്ക് മൊത്തം പോളിംഗ് ബൂത്തുകൾ 1207 പോളിംഗ് ബൂത്തുകളാണുള്ളത്. അതിൽ ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്ത് അത് 25 പോളിംഗ് ബൂത്തുകളാണ്. നമുക്ക് പോലീസിന്റെ ഒരു പോലീസും നമ്മൾ ചേർന്ന് ഫീഡ്ബാക്ക് എടുത്ത ശേഷം 25 ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളുടെ ജില്ലയിലെ എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരും അതുപോലെ ജനറൽ ഒബ്സർവേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇലക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ സെക്ടർ ഓഫീസേഴ്സ് 121 സെക്ടർ ഓഫീസർമാരെയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും നടന്നു വരുന്നു. ജില്ലയിൽ മറ്റ് സ്ക്വാഡുകളെല്ലാം തന്നെ SST, FST തുടങ്ങിയ സ്ക്വാഡുകളെല്ലാം തന്നെ പ്രവർത്തിച്ചു വരുന്നത്. അവർ ഇലക്ഷൻ ദിനത്തിലും അവർ ആക്റ്റീവായിട്ട് തന്നെ ആയിരിക്കും പോവുക. ഇനി നമ്മളുടെ ട്രെയിനിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോളിംഗ് ഓഫീസേഴ്സിന്റെ 3 ഘട്ടത്തിലുള്ള ട്രെയിനിങ് നാളെ ഏപ്രിൽ 7-നാണ് അവസാന ദിവസം. അങ്ങനെ 3 ഘട്ടത്തിലായിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുത്തിരുന്നത്. അവർക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുകയും മറ്റു മോക്ക് ഡ്രില്ലും കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മണ്ഡലങ്ങളിലും സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ഗെയിംസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് സംഘടിപ്പിച്ചിരുന്നത്. ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ KS നസിയ എന്നിവർ പങ്കെടുത്തു. അപ്പോൾ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ജില്ലയിൽ 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിൽ ഡിപ്ലോയ് ആകാൻ പോകുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർസ് ഉണ്ട്, അതേപോലെ ബറ്റാലിയൻ പോലീസ് പേഴ്സണൽ ഉണ്ട്, അതേപോലെ ക്രൈം ബ്രാഞ്ച്, മറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾ, MVD, എക്സൈസ്, വിജിലൻസ് ആൻഡ് ആൾസോ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ഒരു 1200-ഓളം ഉദ്യോഗസ്ഥരുണ്ട്.